കൃഷിക്കാരെല്ലാം രാജാക്കന്മാരും ന്യായാധിപന്മാരുമാണ്. വൃദ്ധന്മാരും ഫലങ്ങൾ ശേഖരിക്കാൻ വരുന്ന പ്രവാചകന്മാരാണ്. അതുപോലെ തൻ്റെ പ്രിയപുത്രനെ പോലും വേലക്കാർ കൊന്നുകളഞ്ഞാൽ പറയുക അത് ഈശോയാണ്. അവൻ ഈ മുന്തിരിത്തോട് ഉപമ നമ്മോട് പറയുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായിത്തീരാം. നമ്മൾ നല്ലവണ്ണം കടപ്പാടോടുകൂടി നല്ല കാര്യസ്ഥൻ്റെ ജോലി ഭംഗിയായി ചെയ്തില്ല എങ്കിൽ നമ്മളെയും ദൈവം മുന്തിരിത്തോട് പുറത്താക്കും. ദൈവം നമ്മെ മുന്തിരിത്തോട് പുറത്താക്കാതിരിക്കുവാൻ എപ്പോഴും നീതിയുള്ള, സത്യസന്ധതയുള്ള, സ്നേഹമുള്ള, കാരുണ്യമുള്ള, എല്ലാവരെയും സ്നേഹത്തോടെ പെരുമാറുന്ന ദൈവത്തിൻ്റെ മകളായി തീരുവാൻ നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, വിവാഹ വാർഷിക ദിനം ഓർമ്മിക്കുന്നവരെ, ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇടവകം മുഴുവനെയും, ലോകം മുഴുവനെയും ഈ പരിശുദ്ധമായ ബലിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ ബലി അർപ്പിക്കാം. തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുവരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിശാലത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ ആരാധകരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവകനിനെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ
അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
ആണ്ടുവട്ടത്തിലെ 27-ാം ഞായർ. ഒന്നാം വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടമുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനത് കിളച്ചു, കല്ലുകൾ നീക്കി, വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽ മാടം പണിതു, മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറുസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. യൂദാ ജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പാരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അത് അതിൻ്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അങ്ങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തതെന്തുകൊണ്ട്? വഴിപോക്കർ അതിൻ്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത് കൈതട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ. സഹോദരരെ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുന്നു. അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിൻ്റെ നന്ദി.
യേശു പ്രധാന പുരോഹിതന്മാരോടും പ്രമാണികളോടും അരുളി ചെയ്തു, ഒരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും വേലി കെട്ടി അതിന് ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരെ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേക്കാൾ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവൻ അടുക്കിലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നു കളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരുടെ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവിടെ ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നു, ദൈവരാജ്യം നിങ്ങളിലെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകും. കർത്താവിൻ്റെ സുവിശേഷം. എല്ലാവരും ഇരിക്കുക. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 27ാമത്തെ ഞായറാഴ്ചയാണ്. ഈ സുന്ദരമായ ഞായറാഴ്ചയിലെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ദൈവം ചൊരിയണമേ എന്ന് താഴ്മയോട് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ആഴ്ചകളിലും ഇന്നത്തെ ആഴ്ചയിലും മുന്തിരിത്തോട്ടത്തിലെ കഥ തന്നെയാണ് ദൈവം പറയുന്നത്. ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് ദൈവം പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിലേക്ക് രാവിലെ വേലക്കാരെ വിളിക്കാൻ പോയി, ഒരു ദിനാറയ്ക്ക്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 2 മക്കളോടും മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകാൻ. ഇന്നിതാ മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളുണ്ടോ എന്നറിയുവാൻ തൻ്റെ ഭൃത്യന്മാരെ ദൈവം അയക്കുന്നു. ആരാണ് ഈ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ? അത് ദൈവം തന്നെയാണ്. ഈ ലോകമാകുന്ന മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ എന്ന് പറയുന്നത് അത് ദൈവമാണ്. ഈ മുന്തിരിത്തോട്ടം ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇസ്രായേൽ ജനമാണ്, അല്ലെങ്കിൽ തിരുസഭയാണ്, അല്ലെങ്കിൽ നമ്മളാണ് ഈ മുന്തിരിത്തോട്ടം. ഇനി ഇതിലെ കാര്യസ്ഥന്മാർ അഥവാ ദൈവമായ കർത്താവ് പറയുന്നത്, ഞാൻ അവിടെ വേലക്കാരഴിച്ചു. ഈ വേലക്കാരാണ് ഇസ്രായേൽ ജനതയെ രാജാക്കന്മാരാണ്, അവിടുത്തെ വലിയ പൂർവ്വപിതാക്കന്മാരാണ്. വീണ്ടും ഭൃത്യന്മാരെ അഴിച്ചു. ഭൃത്യന്മാരാരാണ്? അത് പ്രവാചകന്മാരാണ്. ഏലിയ, അല്ലെങ്കിൽ സാമുവൽ, അല്ലെങ്കിൽ എസെക്കിയേൽ, ജെറമിയ, അങ്ങനെ പ്രവാചകന്മാർ ഒത്തിരിയുണ്ട്. കൂടാതെ പുത്രൻ ആരാണെന്ന് വെച്ചാൽ അത് കർത്താവായ ഈശോയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എല്ലാവരെയും ഈ ലോകത്തിലെ ഉടമസ്ഥനാക്കിയിട്ടില്ല. ആരെയും ഒരിക്കലും ഒരു കുടുംബത്തിനെയും ഉടമസ്ഥനാക്കിയിട്ടില്ല. ഒരു പള്ളിയുടെയും ഉടമസ്ഥനല്ല, മറിച്ച് കാര്യസ്ഥനാണ് നമ്മളെല്ലാം. ദൈവം പറയുന്ന കാര്യം നിറവേറ്റുവാനുള്ള കാര്യസ്ഥൻ. നമ്മൾ ആരും ഉടമസ്ഥനാകരുത്. ദൈവമാണ് ഉടമസ്ഥൻ. ദൈവം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വേലക്കാരാണ് നമ്മൾ. ആ കാര്യം ഒരിക്കലും മറക്കരുത്. നമ്മൾ ഉടമസ്ഥനായാൽ ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്നാൽ ദൈവം നമ്മെ ആ വേലയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ദൈവത്തെ ദൈവവിചാരത്തോടുകൂടി എപ്പോഴും ജീവിക്കാം. സുഭാഷിതം 3:8 പറയുന്നു, നീ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തോടുള്ള വിചാരത്തോട് ചെയ്യുക, എല്ലാം ഭംഗിയായിട്ട്. ദൈവവിചാരമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാനും നിങ്ങളും എല്ലാവരും തന്നെ തള്ളപ്പെടുക, അകറ്റപ്പെടുക. ദൈവവിചാരത്തോടെ ജീവിക്കുക. ദൈവമാണ് എല്ലാത്തിനെയും ഉടമസ്ഥൻ. നിങ്ങൾ വിശുദ്ധ ബൈബിളിൽ 1-ാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ ദൈവത്തിന് വർണ്ണീച്ച മുന്തിരിത്തോട്ടം, അവിടെ സുന്ദരമായ മുന്തിരിത്തോട്ടം. നിസ്സായ ജനം മുന്തിരിത്തോട്ടമാണ്. ഈ തിരുസഭ ജനങ്ങളെല്ലാം മുന്തിരിത്തോട്ടമാണ്. നമ്മൾ നല്ല മുന്തിരിത്തോട്ടത്തിൽ, മുന്തിരിച്ചെടികളിൽ നല്ല മധുരമുള്ള മുന്തിരിയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അവിടെ നമ്മൾ അനീതി പാടില്ല, അധർമ്മം പാടില്ല, അശുദ്ധി പാടില്ല, പാവം പാടില്ല.
വിശുദ്ധമായ സ്നേഹത്താലും കാരുണ്യത്താലും ബഹുമാനത്താലും സൗമ്യതയാലും സുഹൃതങ്ങളാലും നമ്മൾ ജീവിക്കണം. എങ്കിലാണ് ദൈവം തന്നെ പ്രവാചകന്മാരെ അഴച്ച് നമ്മെ അനുഗ്രഹിച്ച ഈ മുന്തിരിത്തോട്ടം ഫലദായകമായി. ഇവിടെ സ്നേഹമില്ല, കാരുണ്യമില്ല, എളിമയില്ല, വിനയമില്ല, ഔദാര്യമില്ല എങ്കിൽ ഇവിടെയൊക്കെ വരുന്നത് എന്താണ്? കാട്ടുമുന്തിരിയാണ്. ഒരു രുചിയും ഉണ്ടാകില്ല, പുളിപ്പും എല്ലാവിധ കയ്പുമായി അത് വലിച്ചെറിഞ്ഞ് ദൈവം കളയും. ദൈവം ഇങ്ങനെ പ്രവാചകന്മാരെ കളയ്ക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ മുന്തിരിച്ചെടിക്ക് പകരം, മധുരകരമായ മുന്തിരിച്ചെടിക്ക് പകരം കാട്ടുമുന്തിരി, അതൊക്കെ നന്നാക്കാൻ വേണ്ടിയാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ തിന്മയൊക്കെ മാറ്റി നല്ലവരാക്കി മാറ്റാം. ഇത് പ്രവാചകന്മാരെ കൊണ്ട് പോലും സാധിക്കാതെ വരുമ്പോൾ പ്രിയമുള്ളവരെ, ഇനി എൻ്റെ മകനെ പോലെ നിങ്ങൾ അനുസരിക്കുമെന്നാണ് ദൈവം വിശ്വസിച്ചത്. പക്ഷെ മകനെ പോലും കൊന്നുകളഞ്ഞെന്ന് അറിയിക്കാം. പ്രിയമുള്ള മകനെ പോലും കൊന്നുകളയും, മകനെ പോലും ഈ യഹൂദ ജനത കൊന്നുകളഞ്ഞ പറയും. ദൈവമായ കർത്താവ് എത്ര സുന്ദരമായിട്ടാണ് ഈ ജീവിതത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തോട് കടപ്പാടുള്ളവരാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തോട് കടപ്പാടുള്ളവരാണ്. നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളോട് കടപ്പാടുള്ളവരാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യ ഭർത്താക്കളോട് കടപ്പാട്, നമ്മുടെ മക്കളോട്, അവർക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന കാര്യസ്ഥന്മാരായി തീരുക. ഒരിക്കലും ഉടമസ്ഥനാകരുത്. ഉടമസ്ഥൻ ദൈവമാണെന്ന കാര്യം ഓർത്തെടുക്കുക. ഞാനും നിങ്ങളൊക്കെ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക്, ഈ തിരുസഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ എങ്ങനെയാണ് വന്നത്? അപ്പനും അമ്മയും എല്ലാം ഇങ്ങനെ ഒരു ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മളാകുന്ന മക്കളെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് നട്ടു. ജ്ഞാനസ്ഥാനം ദൈവത്തിന്റെ വിശുദ്ധമായി വെള്ളമൊഴിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധനാമത്തിൽ നിന്നെ ദൈവത്തിന്റെ മകനായി തിരുസഭയുടെ അംഗമാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ചുറ്റും വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ വേലികൾ എന്താണ്? കുദാശകളാകുന്ന വേലികളാണ്. ഈ കുദാശകൾ, അതായത് നമുക്ക് എന്തെങ്കിലും പാപങ്ങളോ തെറ്റുകളോ പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് കുദാശകൾ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും പാപങ്ങളോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് നമ്മുടെ ജീവിതത്തെ വേലി കെട്ടിയിരിക്കണം. പാപത്തിൽ തെറ്റുകളിൽ പെടാതെ, അശുദ്ധിയിൽ പെടാതെ കുമ്പസാരത്തിലൂടെ വേലി കെട്ടി നമ്മുടെ ജീവിതത്തെ എല്ലാവിധ ആപത്തുകളിലും എല്ലാ തിന്മകളിലും കാത്തു പരിപാലിക്കണമെന്നേ. ഇനി മുന്തിരിച്ചക്ക് ദൈവം സ്ഥാപിച്ച മുന്തിരിത്തോട്ടത്തിൽ എന്തിനാണ്? മുന്തിരിച്ചക്കിൽ നല്ല വീഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഈ അത്താരയാകുന്ന, ഈ ദേവാലയത്തിൽ അത്താരയാകുന്ന ഈ ബലിപീഠത്തിൽ ബലിയർപ്പിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെയും പരിശുദ്ധമായ രക്തത്തിലൂടെ ഈശോയെ സ്വീകരിച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. പ്രിയമുള്ളവരെ, വീണ്ടും കർത്താവായ ഈശോ കുടുംബ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിനെയും പൗരോഹിത്യ ജീവിതത്തിലെ എല്ലാ കടമകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഉപദേശങ്ങളിലൂടെ. എന്താണത്? അത് പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ എല്ലാം അഴച്ച് കർത്താവ് സത്യത്തിന്റെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിക്കുവാൻ പരിശുദ്ധമായ സൈന്യലേപനം നൽകിയിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നന്നായി സത്യത്തിൽ, നന്മയിൽ ഉറച്ചു ജീവിക്കാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് കുമ്പസാരിച്ചല്ല വിശുദ്ധിയോടെ ജീവിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എല്ലാവർക്കും നന്മ ചെയ്യുന്ന മകനായി തീരുവാൻ ഈ മുന്തിരിത്തോട്ടത്തിന്റെ കഥ നമ്മോട് ദൈവം പറയുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൽ ദൈവം വരുമ്പോൾ നല്ല ഫലങ്ങളില്ല എങ്കിൽ കർത്താവ് നമ്മെ എടുത്തു മാറ്റും. അത് ഫലം നൽകുന്ന നല്ല വ്യക്തികളെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരായിട്ട് നിയമിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ നിമിഷവും, ഓരോ ദിവസവും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമ്മൾ എപ്പോഴും ജനങ്ങൾ നോക്കുമ്പോൾ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മകനായി, മകളായി തീരണം. എങ്കിലാണ് ദൈവം വരുമ്പോൾ ഇതാ അവൻ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. എല്ലാവർക്കും സന്തോഷം നൽകുന്ന, എല്ലാവർക്കും രുചിയേകുന്ന, എല്ലാവരും സ്നേഹത്തോടെ കാരുണ്യത്തോടെ നോക്കുന്ന മകനും മകളുമായി തീരുക. പ്രിയമുള്ളവരെ, ഒരു അപ്പൻ, ഒരു അമ്മ ഒരു മകളുടെ കയ്യിലേക്ക് ഒരു കുടമെടുത്ത് കൊടുക്കുകയാണ്. മൺകുടമാണ് എടുത്ത് കൊടുക്കുന്നത്. ഈ മൺകുടത്തിൽ നിറയെ വെള്ളമെടുത്തിട്ട് നീ ചെടികൾ നനയ്ക്കുക, ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരിക. സൂക്ഷിച്ചു വേണം ഈ മൺകുടം നീ കൊണ്ടുപോകേണ്ടത്, വെള്ളം ശേഖരിക്കേണ്ടത്. സൂക്ഷിച്ചില്ല എങ്കിൽ മൺകുടം പൊട്ടിപ്പോകും. അപ്പനും അമ്മയെ നൽകിയ മൺകുടം ആ മകള് കിണറ്റിൽ പോയി വെള്ളം കോരി, അല്ലെങ്കിൽ കുളത്തിൽ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് ചെടികൾ നനച്ചു. ആ വെള്ളമെടുത്ത് ശുദ്ധിയോടുകൂടി ഭക്ഷണം പാകം ചെയ്തു. ആ വെള്ളമെടുത്ത് നമ്മളെല്ലാം കഴുകി വിശുദ്ധീകരിച്ചു. എല്ലാവർക്കും ഈ വെള്ളം ഒരു വിശുദ്ധിയായി, ഭക്ഷണമായി, വളർച്ചയായി മാറുകയും. അതുപോലെ ദൈവം നൽകിയിരിക്കുന്ന ഈ മൺകുടത്തെ പൊട്ടിച്ചു കളഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാവില്ല, ചെടി വളരില്ല, ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ
വിശുദ്ധീകരിക്കാൻ സാധിക്കില്ല. എല്ലാം നന്മയായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്നും ഒരിക്കലും വിട്ടുകളയരുത്. ഈ കുടമാകുന്ന ദൈവമാകുന്ന വിശുദ്ധമായ ജലത്താല് നമ്മൾ എപ്പോഴും ഇങ്ങനെ തളച്ചു വളരുന്ന നല്ല മുന്തിരിച്ചെടികളെ പോലെ നല്ല ഫലങ്ങൾ പ്രകടിക്കുന്ന മക്കളായി മാറും. ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് അകന്നു പോകരുത്. ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവം നൽകുന്ന പുണ്യങ്ങളിൽ നിന്ന് അകന്നു പോകരുത്. ഈ ദൈവം നൽകുന്ന എല്ലാം സ്വീകരിച്ച് എപ്പോഴും ഫലം നൽകുന്ന മകളായി തീരുക. എപ്പോഴും മറ്റുള്ളവർ നോക്കുന്നത് ഫലം നൽകുന്നുണ്ടോ, നന്മ ചെയ്യുന്നുണ്ടോ, സ്നേഹം കാണിക്കുന്നുണ്ടോ, കരുണ കാണിക്കുന്നുണ്ടോ, എങ്കിലേ സ്വർഗരാജ്യത്ത് എത്തിച്ചേരും. നിങ്ങൾ നോക്കുക, ഈ ഉപമ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മളെ തന്നെ കാണാൻ സാധിക്കും. ദൈവമാണ് ഈ ലോകത്തിലേക്ക് നമ്മെ സൃഷ്ടിച്ചത്. നമ്മളിലേക്ക് നോക്കുമ്പോൾ ഫലമുണ്ടോ, അനുഗ്രഹമുണ്ടോ, മറ്റുള്ളവർക്ക് ആശ്വാസമാണോ എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തരും. പ്രിയമുള്ള ഓർത്തുകൊള്ളുക, ഈ ലോകത്ത് നമ്മൾ ആരും യജമാനനല്ല, ഉടമസ്ഥനല്ല. നമ്മൾ വെറും വേലക്കാരൻ. വേല ചെയ്ത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മകനായി മാറുക. ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും, നമ്മെ അനുഗ്രഹിക്കും. അതിനുള്ള വലിയ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് വിശ്വാസമാണ് ഒരുമിച്ച് ഭക്തിപൂർവ്വം ഏറ്റുവെല്ലാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുവെല്ലുക. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ ഏകദൈവത്തിലും എല്ലാ യുഗങ്ങൾക്കും പിതാവ് ജനിച്ചതുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവം, പ്രകാശമുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം, ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവായ സത്യനേകരമായ അവിടുന്ന് വഴിയാണ് സകലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്ത് ശരീരം സ്വീകരിച്ചു മനുഷ്യരായി തീർന്ന് പാതിസ്നാദശകാലത്ത് നമുക്ക് വേണ്ടി പ്രശിക്കപ്പെട്ട് പീഡന സഹിച്ച് മനുഷ്യടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനെ വധമാതിരിക്കുകയും ചെയ്തു. ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കുവാൻ അവിടെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസരമുണ്ടാകുകയില്ല. കർത്താവ് ജീവനദാവ്, പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവർ, പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളി ബോധനായുള്ള ഏകസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മത്സരവും വരാനിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിരവധി ആവശ്യങ്ങൾ കർത്താവിൻ്റെ പക്കൽ സമർപ്പിച്ചു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് എളിമയോടുകൂടി അപേക്ഷിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ വരാപ്പുഴ മെത്രാപ്പൊലീത്ത ജോസഫ് വളർത്തുപറമ്പ് പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, എല്ലാ ജനങ്ങളും ഉൾപ്പെടെ സഭയെ സ്നേഹത്താൽ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക മുഴുവനുള്ള എല്ലാ രാഷ്ട്രീയ അധിപന്മാർക്കും, എല്ലാ രാഷ്ട്രത്തിന്റെ ഭരണാധികളും, എല്ലാ സഹപ്രവർത്തകരും സത്യത്തിലും നീതിയിലും നന്മയിലും പൊതുനന്മയ്ക്ക് പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, ശാരീരിക മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ ജനങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം നൽകി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. മാനസിക ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ ജനങ്ങളെയും, നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റി നന്മകൾ മാത്രം ചെയ്യുന്ന മക്കളായി തരുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകുന്ന കുടുംബത്തെയും മക്കളെയും നമ്മുടെ ജോലിയെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നീതിയോടെ സത്യസന്ധതയോടെ ചെയ്യുവാൻ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ദൈവം നോക്കുമ്പോൾ സ്നേഹവും കാരുണ്യവും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി നമ്മെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവരെയും സ്വർഗ്ഗസന്നിധിയെ സ്വീകരിക്കണമേ. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ.
ദൈവമേ, അങ്ങയുടെ വരത്ത് ജീവന്റെ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധമായ ബലികൾ അങ്ങ് സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് സ്വർഗീയമായ രഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണ വിശദീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധനായ പിതാവേ, ഇന്നും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അழைക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പരിധരിക്കപ്പെട്ടു. ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിൽ അങ്ങ് സ്നേഹിക്കുവാൻ അങ്ങയിടയാക്കണമേ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും എളിമയോടുകൂടി ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ
പുറപ്പെടുവിക്കുന്ന മകനാണ്, മകളാണ്. പക്ഷെ നോക്കുന്നത് സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, സൽപ്രവൃത്തികൾ കൊണ്ട്, അധ്വാനം കൊണ്ട്, മറ്റുള്ള സംസാരം കൊണ്ട് എപ്പോഴും നല്ലത് മാത്രമാണോ, നന്മകൾ മാത്രമാണോ, നല്ല സന്തോഷമാണോ എല്ലാവർക്കും നൽകുന്നതെന്നാണ് അവർ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും അശുദ്ധിയോ പാപങ്ങളോ വേണ്ടാത്ത പ്രവൃത്തികളോ തിന്മയുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി ഹൃദയത്തെ വിശുദ്ധമാക്കുക, നന്മകൾ പുറപ്പെടുക. ദൈവം നമ്മെ അവിടുത്തെ ഉള്ളം കൈയിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഈശോയെ ആരാധിക്കാം. സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാ, ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ 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 വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർക്കും അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരായി ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷകരമായ മാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിമന്യ ജോസഫ് കളത്തുപറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിനെ പരിപൂർണ്ണിക്കണം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ.
ഈ ലോകത്ത് മരണപ്പെട്ട എല്ലാവരെയും അങ്ങേ സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കണമേ. ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹം ആഘോഷിക്കുന്നവരെയും ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും മക്കളെ അനുഗ്രഹിക്കണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം ഞാൻ സ്വർഗീയ മധ്യസ്ഥമായ ഔസേപ്പിതാവിനോടും അപ്പസ്തലത്തോടും എല്ലാ വിശുദ്ധരുമത്തിൽ എൻ്റെ പങ്കുചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾക്ക് ഒപ്പം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കുന്നു എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. എല്ലാവർക്കും എഴുന്നേറ്റുണ്ട് സ്വർഗ്ഗത്തിലേക്ക് കണ്ണും കരങ്ങളും ഉയർത്തി നമുക്ക് ഒരുമിച്ച് വെച്ചുമില്ല. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണം, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളെ യേശുവിനെ ആഗമന പ്രദേശങ്ങളും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു. ഞങ്ങളിപ്പോഴും പാപങ്ങൾ മോചിതരാക്കി എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് കർത്താവായ യേശുവേ അങ്ങ് അപ്പോസ്തലന്മാരാൽ ചെയ്തത്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ മാറ്റി അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം.
പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനായ നല്ല ദൈവമേ, നല്ല സ്വരൂപ എല്ലാ സൃഷ്ടികളും